കോഴിക്കോട് പുല്ലൂരാംപാറയിൽ KSRTC ബസ് പുഴയിലേക്ക് മറിഞ്ഞു. നിരവധി പേർക്ക് പരിക്കേറ്റു. ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നുണ്ട്. സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി. സമീർ, ഈ അപകടം എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ്. എല്ലാവരെയും ബസ്സിൽ നിന്ന് രക്ഷപ്പെടുത്തിയോ? അനുജ, കോഴിക്കോട് പുല്ലൂരാംപാറയിലാണ് ബസ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. KSRTC ബസ് പുഴയിലേക്ക് മറിയുകയായിരുന്നു. ആനക്കാംപൊയിൽ നിന്ന് തിരുവമ്പാടിയിലേക്ക് വരികയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. നിയന്ത്രണം വിട്ട ബസ് കാളിയാമ്പുഴയിലേക്ക് മറിഞ്ഞാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. അതിൽ നിറയെ യാത്രക്കാർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അതിൽ നിന്ന് ഒരു യുവതിയെ ഇപ്പോൾ പുറത്തേക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അവിടുത്തെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ക്രെയിൻ എത്തിച്ചിട്ടുണ്ട്. ക്രെയിൻ എത്തിച്ച് ഇപ്പോൾ ഈ ബസ് പൊക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. നിരവധി പേർ ഇതിനകത്ത് ഉണ്ടായിരുന്നു. എത്ര പേരാണ് ഉണ്ടായിരുന്നത് എന്ന് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള കണക്ക് നമുക്ക് ലഭ്യമാകുന്നതേ ഉള്ളൂ. ഏതായാലും ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ആംബുലൻസുകളെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നാട്ടുകാരുടെ കൂടെ സഹായത്തോടു കൂടെയാണ്, ഒപ്പം മുക്കം ഫയർഫോഴ്സിന്റെയും തിരുവമ്പാടി പോലീസിന്റെയും കൂടെ സഹായത്തോടു കൂടിയാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. ഇവരെ KMCT മുക്കത്തെ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്കാണ് ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. എത്ര മാത്രം ആളുകൾക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കുകളുണ്ട് എന്നത് സംബന്ധിച്ച് നമുക്ക് അറിയാനാവുന്നതേ ഉള്ളൂ. ഏതായാലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. 2 മണിയോട് കൂടിയാണ് ഈ അപകടം ഉണ്ടായത്. നിയന്ത്രണം വിട്ട ബസ് പുഴയിലേക്ക് പതിച്ചാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. അനുജ, കോഴിക്കോട് പുല്ലൂരാംപാറയിൽ KSRTC ബസ് പുഴയിലേക്ക് മറിഞ്ഞ് ഒട്ടേറെ പേർക്ക് പരുക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരമാണിപ്പോൾ വരുന്നത്. എത്ര യാത്രക്കാർ ബസ്സിലുണ്ടായിരുന്നു എന്നുള്ളതിൽ കൃത്യമായ കണക്കിപ്പോൾ അറിവായിട്ടില്ല. തിരുവമ്പാടി കാളിയമ്പുഴയിലാണ് അപകടമുണ്ടായത്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ, ഒപ്പം ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട്. ഒട്ടേറെ പേർക്ക് പരുക്ക് എന്നുള്ള വിവരം മാത്രമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് അറിവായിട്ടുള്ളത്. പരുക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എത്ര പേരുണ്ടായിരുന്നു, എന്താണ് ഈ അപകടത്തിന് കാരണം, നിയന്ത്രണം വിട്ട് മറിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ബസ് പുഴയിലേക്ക് മറിഞ്ഞു. KSRTC ബസ്സാണ് പുഴയിലേക്ക് മറിഞ്ഞത്. കോഴിക്കോട് തിരുവമ്പാടി കാളിയമ്പുഴയിലാണ് ഈ അപകടമുണ്ടായത്. ആശുപത്രിയിലേക്ക് അപകടത്തിൽപ്പെട്ടവരെ കുറച്ചുപേരെ മാറ്റിയിട്ടുണ്ട്. മറ്റുള്ളവരെ ആശുപത്രിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് അപകടങ്ങൾ കാര്യമായി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, ഇതിൽ ജീവഹാനി അടക്കം ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെയുള്ളതിൻ്റെ വിവരങ്ങൾ ഇനി പുറത്തു വരേണ്ടതുണ്ട്. ഇപ്പോൾ വരുന്ന വിവരം അനുസരിച്ച് ഒട്ടേറെ പേർക്ക് പരുക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. സമീർ തുടരുന്നുണ്ട്. സമീർ, ഇപ്പോൾ ഈ അപകടത്തെക്കുറിച്ച് കൂടുതൽ നമുക്ക് പ്രേക്ഷകരെ അറിയിക്കാൻ കഴിയുന്ന മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? എത്ര പേരുണ്ടായിരുന്നു എന്നത്, അതിൽ ഏതെങ്കിലും തരത്തിൽ അപകടത്തിന്റെ തീവ്രത വർദ്ധിക്കുന്ന തരത്തിലേക്കുള്ള വിവരങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ടോ, അതോ പരുക്ക് എന്ന തരത്തിലേക്ക് തന്നെയാണോ? വിശദാംശങ്ങൾ. അനുജ, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് നിരവധി പേർക്ക് പരിക്ക് എന്ന് തന്നെയാണ് നമുക്ക് അറിയാനാവുന്നത്. മറ്റ് തരത്തിൽ എത്രമാത്രം ഇത് അവർക്ക് ഗുരുതരമാണ് എന്നത് സംബന്ധിച്ചൊക്കെയുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നതേ ഉള്ളൂ. ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഈ ബസ്സിന് അകത്ത് ചിലർ കുടുങ്ങിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിക്കൊണ്ട് അവരിൽ നിന്ന് പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു. തിരുവമ്പാടിയിൽ നിന്നുള്ള പോലീസ് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുക്കത്ത് നിന്നുള്ള ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട്. കൂടാതെ നാട്ടുകാരുടെ കൂടെ സഹായമുണ്ട്. ഇങ്ങനെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. ഈ ബസ്സിന് അകത്ത് കുടുങ്ങിയ ഒരു യുവതിയാണ് ഏറ്റവും ഒടുവിൽ പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനിയും ഇതിനകത്ത് ആളുകൾ ഉണ്ടോ എന്നുള്ളത് പരിശോധിച്ചു വരികയാണ്. നിയന്ത്രണം വിട്ട ബസ് ഈ പുഴയിലേക്ക് മറിയുകയായിരുന്നു. അങ്ങനെയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. കാളിയാമ്പുഴയിലേക്കാണ് പതിച്ചിരിക്കുന്നത്. വലിയ ആഴം ഇല്ല എന്നത് കൊണ്ട് തന്നെ മറ്റേ തരത്തിൽ ആളുകളൊന്നും ഒഴുകി പോകാനും മറ്റുമൊന്നും സാധ്യതയില്ല. അപകടത്തിൽപ്പെട്ടവരെല്ലാം തന്നെ ഈ സമീപത്ത്, ഈ വാഹനത്തിന്റെ സമീപത്ത് തന്നെ, ബസ്സിന് സമീപത്ത് തന്നെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ്. അതുകൊണ്ട് തന്നെ അവിടം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ തിരച്ചിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ബസ്സിൽ നിന്ന് മുഴുവൻ പേരെയും രക്ഷപ്പെടുത്തുക എന്നുള്ള ഒരു കഠിന പരിശ്രമത്തിൽ തന്നെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, ഇതിൽ എത്ര പേർ ഉണ്ടായിരുന്നു എന്നത് സംബന്ധിച്ച് ഒരു കൃത്യമായിട്ടുള്ള കണക്കുകൾ ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. ഈ ബസ്സിൽ ഉള്ള, അതായത് അതിന്റെ ഡ്രൈവറും അതുപോലെ തന്നെ മറ്റ് ജീവനക്കാരും ഉൾപ്പെടെ ഇതിനകത്ത് അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ എത്രമാത്രം ആളുകളാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത് എന്ന് സംബന്ധിച്ച് ഒരു കൃത്യമായിട്ടുള്ള കണക്കുകൾ ലഭ്യമാകുന്നതേ ഉള്ളൂ. ആനക്കാംപൊയിൽ നിന്ന് തിരുവമ്പാടിയിലേക്ക് വരികയായിരുന്ന KSRTC ഓർഡിനറി ബസ്സാണ് ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. KL 158623 എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഇവരെ ഇവിടെ നിന്ന് മുക്കത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. മുക്കത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്കാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ആരോഗ്യസ്ഥിതി എത്രമാത്രം മോശമാണ് എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരം നമുക്ക് ലഭ്യമാകുന്നതേ ഉള്ളൂ. ഏതായാലും രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ ഇനിയും ഈ ബസ്സിനകത്ത് ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. അതുകൊണ്ട് തന്നെ അവരെ കണ്ടെത്തുന്നതിനും പുറത്തെടുക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഒപ്പം ഈ വാഹനം അപകടത്തിൽപ്പെട്ടതിന് തൊട്ടുപിറകെ ആരെങ്കിലും പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ, അതായത് തിരിച്ചു പോയിട്ടുണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പുഴയിലും തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുക്കത്തുള്ള വിദഗ്ധ സംഘം, മുക്കം ഫയർഫോഴ്സിലുള്ള വിദഗ്ധ സംഘമുണ്ട്. അതുപോലെ തന്നെ പരിശീലനം ലഭിച്ചിട്ടുള്ള സന്നദ്ധ സംഘടനയിലെ അംഗങ്ങളുമുണ്ട്.
എന്റെ മുക്കം ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനയിലെ അംഗങ്ങളുണ്ട്. അവരും ഇപ്പോൾ ഇവിടെ എത്തിയിട്ട് വിശദമായിട്ടുള്ള പരിശോധന ആരംഭിച്ചിരിക്കുകയാണ്. മുങ്ങിത്തപ്പി ഉൾപ്പെടെ ആരെങ്കിലും വെള്ളത്തിനടിയിൽ സഹഭാഗത്തെങ്കിലും ഉണ്ടോ എങ്കിൽ അതുകൂടെ കണ്ടെത്തുക ലക്ഷ്യത്തോടു കൂടിയാണ് കാളിയാമ്പുഴയിൽ ഇപ്പോൾ ഈ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. രക്ഷാപ്രവർത്തനവും അതുപോലെ തന്നെ തിരച്ചിലും പുരോഗമിക്കുന്നത്. അനുജ, തിരുവമ്പാടി ആനക്കാംപൊയിൽ ബസ് KSRTC ഓർഡിനറി ബസ്സാണ് പുഴയിലേക്ക് മറിഞ്ഞത്. കാളിയാമ്പുഴയിലേക്ക്, തിരുവമ്പാടി കാളിയാമ്പുഴയിലേക്കാണ് ഈ ബസ് മറിഞ്ഞത്. നിയന്ത്രണം വിട്ട് ബസ് മറിയുകയായിരുന്നു. ബസ്സിൽ എത്ര പേരുണ്ടായിരുന്നു എന്നത് നമുക്കറിയാൻ ഇപ്പോൾ മാർഗമില്ല. ഇതിന് ഡ്രൈവറും ജീവനക്കാരും എല്ലാവരും അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്. ബസ്സിൽ ഉണ്ടായിരുന്ന ഒട്ടേറെ പേരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പരുക്ക് പറ്റിയ ആളുകളാണ് ഇപ്പോൾ മുക്കത്തെ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ഇനിയും ആളുകൾ ബസ്സിനകത്ത് കുടുങ്ങിക്കിടപ്പുണ്ട് എന്ന സംശയമുണ്ട്. ബസ് ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്താനുള്ള ശ്രമങ്ങളാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ പുഴയിൽ തെരച്ചിൽ നടത്തുന്നുണ്ട്. വലിയ ആഴമുള്ള പുഴയല്ല എന്നതാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒട്ടേറെ മറ്റു തരത്തിലേക്ക് എന്തെങ്കിലും അപകടം ഇതിൽ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്ന് തന്നെ അനുമാനിക്കാം. ഏതായാലും ആ തരത്തിൽ പുഴയിൽ ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നുണ്ട്. ആരെങ്കിലും ബസ്സിൽ നിന്ന് തെറിച്ച് പുഴയിലേക്ക് വീണിട്ടുണ്ടോ എന്ന തരത്തിൽ അങ്ങനെ പരിശോധനകൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്. കൂടാതെ ഫയർ ആൻഡ് റെസ്ക്യൂ സന്നദ്ധ സംഘടനകളുടെയൊക്കെ നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തനമാണ് അവിടെ പുരോഗമിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.